നമ്മളങ്ങനെ മയാമി ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇറങ്ങും. ആരില്ല പറയാൻ പറ്റടാ, കുറേ പേരൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കാം. കേസ് നമ്മളങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കുറച്ചിങ്ങോട്ട് നടക്കാനുള്ളൂ ബീച്ചിലേക്ക്. നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. നമ്മൾ ഈ നടക്കണ വഴിയിലൊന്നും വലിയ തിരക്കൊന്നും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. അതേ ഈ കാണുന്ന സംഭവമില്ലേ, ഇത് നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് റോബോട്ടാണ് കേട്ടോ. ഫുഡൊക്കെ ഡെലിവറി ഇങ്ങനെ ചെയ്യണ റോബോട്ടാണ്. മയാമിയിൽ നമുക്ക് അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ റോബോട്ടുകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ അതേ മയാമി ബീച്ചിലേക്ക് കടക്കാനായിട്ട് പോവേണ്ടി റോഡ് ക്രോസ് ചെയ്ത അപ്പുറവശത്ത് ബീച്ചാണ് കേട്ടോ, മയാമി ബീച്ച്. ഈ റോഡിൻ്റെ അപ്പുറ സൈഡിലാണ് ഫുള്ള് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ. ഞാൻ കഴിഞ്ഞ ഇങ്ങനെ ബസ്സിൻ്റെ പോണ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഫുള്ള് റെസ്റ്റോറൻറ്റുകൾ ആ ഒരു ഭാഗമുണ്ട്. ഇത് രാത്രിയാകുമ്പോഴാണ് നല്ല അടിപൊളി വൈബൊക്കെ കാണാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ ബീച്ചിലൊക്കെ പോണ ഒരു സമയമാണ്, പക്ഷേങ്കിൽ ഇവിടെ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ പോണ വഴിയിലൊക്കെ ഒരുപാട് തെങ്ങുകളൊക്കെ കാണാൻ സാധിച്ചാൽ ഒന്നിലും തേങ്ങയില്ല കേട്ടോ, പക്ഷേങ്കിൽ തെങ്ങുണ്ട് ഇഷ്ടംമാതിരി. ഇപ്പോൾ ദേ ഇവിടെ കുറേ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് പോകാം. എന്തായാലും ഷൂ ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കണം. കാരണം ഇനിയിപ്പോൾ വണ്ടിയിൽ പോയി നമ്മുടെ ചപ്പലെടുക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഷൂ ഇട്ട് തന്നെ അങ്ങോട്ട് കയറാം. നല്ല കാറ്റ്, അടിപൊളി. വേറൊരു വൈബാണല്ലോ മക്കളെ ഇവിടെ. ഒരു ആൾത്തിരക്ക് എന്താണ് കുറവ്. ഇത് നമ്മൾ കയറിയ സ്ഥലം വേറെ ആണോ, ഭയങ്കര ഒരു കുറവ്. അവിടെയൊക്കെ തിരക്കുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കുറച്ചേരൊക്കെ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ഇനിയിപ്പോൾ തിരിച്ചു പോവുക കേട്ടോ. വലിയൊരു തിരക്കൊന്നും നമുക്കവിടെ കാണാൻ സാധിച്ചില്ല. എനിക്ക് തോന്നണ ഒരു സ്പ്രിങ് സീസൺ ആയതുകൊണ്ടാണ് തോന്നണം കേട്ടോ. ഈ സമ്മറിലേക്ക് കിടക്കുമ്പോഴാണല്ലോ ആളുകളൊക്കെ കൂടുതലായിട്ട് വരുള്ളൂ, അതുകൊണ്ടായിരിക്കണം. പക്ഷേങ്കിൽ റെസ്റ്റോറൻറ്റ് ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. അപ്പം നമ്മളെന്തായാലും എന്തെങ്കിലും ഡിന്നർ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കഴിക്കുക. കാര്യം ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മളിനി നേരെ ഒർലാൻഡോയിലേക്കാണ് പോണത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഉണ്ട്. 3 മീതെ എടുക്കും അവിടെ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല ഇവിടെ അടിപൊളി വൈബാണ്. ഇത് കണ്ടില്ലേ, ദൂരെ റെസ്റ്റോറൻറ്റുകളാണെന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളമാണ് ഇവിടെ നടന്ന് കാണാൻ തന്നെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഫുഡുകളൊക്കെ കിട്ടും. കൂടുതലും സീ ഫുഡുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലൈവായിട്ടുള്ള മ്യൂസിക്കുകൾ, ലൈവ് ഡാൻസുകൾ, അങ്ങനെ ഇതൊക്കെ ഒരുപാട് പെർഫോമൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്തിരി നേരം കൂടി കഴിയും, ഒരു ഇരുട്ടൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ഫുള്ള് വൈബാവുള്ളൂ. കാരണം ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഇരുട്ടായി വരുന്നല്ലേ ഉള്ളൂ. കാര്യം 7 മണിയായെങ്കിലും ഒരു 7:30 കഴിയണം ഇവിടെ ഇരുട്ടാവണമെന്നുണ്ടെങ്കിൽ. പിന്നെ മാത്രമല്ല ഓരോ റെസ്റ്റോറൻറ്റുകളിലും ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഇങ്ങനെ ലേഡികളൊക്കെ ഇങ്ങനെ വന്ന് നിന്നിട്ട് നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്യട്ടെ, അതിൻ്റെ അകത്തേക്ക് വരൂ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നല്ല രസമാണ് ഇതിൻ്റെ ഇതിലൊക്കെ നടക്കുമ്പോഴത്തേനും. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ മെനു ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് പറ്റിയ ഫുഡാണെങ്കിൽ മാത്രം കയറിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കേണ്ടത്, നമുക്ക് പറ്റിയ ഫുഡും ഒക്കെ നോക്കി ഒക്കെ വേണമല്ലോ നമുക്ക് കയറാനായിട്ട്. ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് കാണലുമായി നല്ല രസമാണല്ലോ ഇതിങ്ങനെ കാണാൻ. ദൂരമാണെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ നടന്ന് കാര്യം ബീച്ചിൽ വലിയ തിരക്കില്ലെങ്കിലും ഈ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. എന്തോരം ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കണതും വന്നുകൊണ്ടിരിക്കണതും
ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു എവിടെ കയറണമെന്നുള്ളത്. ഒക്കെ ഇങ്ങനെ ലൈവായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫുഡും ഒക്കെ കൂടുതൽ ആളുകൾ ഇങ്ങനെ പുറത്തിരുന്നാണ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടണത്. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അകത്തും ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം ഷോപ്പിലാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കണത്. ഇവിടെ പല ടൈപ്പ് ഐസ്ക്രീമുകളൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് ഇങ്ങനെ പോണ വഴിക്ക് സാധാരണ ഫുഡൊക്കെ കാണാം. നമുക്ക് ഈ മെനുവും ഒക്കെ ഇങ്ങനെ വച്ചേക്കണായത് കൊണ്ടേ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് കണ്ട് കയറാം. അങ്ങനത്തെ ഒരു രീതിയിലാണ് എല്ലാ റെസ്റ്റോറൻറ്റുകളും ഇവർ അറേഞ്ച് ചെയ്തേക്കണത്. എന്തോരം നടന്നൊരു കയ്യും കണക്കില്ല കേട്ടോ. ഇഷ്ടംമാതിരി ഉണ്ട് ഇനിയും. അവസാനം ഞങ്ങളിപ്പോൾ ദേ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ച്. ഇവിടെ കഫേ ഫുഡാണ്. അപ്പോൾ നമ്മൾ ഇരിക്കണേൻ്റെ ബാക്കിലേക്കൊക്കെ ഇനിയും ഉണ്ട് ഇഷ്ടംമാതിരി റെസ്റ്റോറൻറ്റുകൾ. നടന്നാലൊന്നും ഈ അടുത്ത കാലത്തൊന്നും തീരില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തിരിച്ച് ഒർലാൻഡോയിലേക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറി ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചത്. കാരണം എന്ന് വെച്ചാൽ കുറേ ഉണ്ട് കേട്ടോ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് സ്റ്റീക്ക്, പിന്നെ അതുപോലെ തന്നെ ബർഗറും ഫ്രൈഡ് പ്രോൺസൊക്കെയാണ്. സീ ഫുഡുകൾ ഉണ്ട് കേട്ടോ അവിടെ ഇഷ്ടമാതിരി. പക്ഷേ നമ്മൾ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫുഡുകളെല്ലാം തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മളങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞു. അടിപൊളി വൈബാണ്ട് ഇവിടെ. ഓരോന്നും നടക്കില്ല, ഓരോളം ഉണ്ട് ഇതുമാതിരി റെസ്റ്റോറൻറ്റുകൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. 8:30 ആവണുള്ളൂ. ഇപ്പം നമ്മൾ ഊബർ വിളിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കണോടത്തേക്ക് നമുക്ക് പോകാം. എന്നിട്ട് വേണം നമുക്കിനി നേരെ ഒർലാൻഡോയിലേക്ക് പോകാം. ഒർലാൻഡോ നമ്മുടെ ഊബർ വന്നിരിക്കുകയാണ്. ഇതാട്ടോ നമ്മുടെ വണ്ടി. അതെ ഭയങ്കര 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 അയ്യോ. നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കണതേ ഒരുപാട് ദൂരെയാണ് കേട്ടോ. നമ്മൾ രാവിലെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ബസ്സിനാണല്ലോ ഫുള്ള് കറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നടന്ന് മയാമി ബീച്ചിലെത്തി. ഇവിടെ നിന്ന് പക്ഷെ നടന്നാലൊന്നും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തോടത്തൊന്നും എത്തൂല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒരു ഊബർ വിളിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് ഉണ്ട്. നമ്മൾ ഊബറിൽ നിന്ന് ഇറങ്ങി. പക്ഷേ അതിൽ കുറച്ചുകൂടി നടക്കണം കേട്ടോ പാർക്ക് ചെയ്യണോടത്തേക്ക്. കാരണം വെച്ചാൽ കറക്റ്റ് പോയിൻ്റ് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നടക്കുക. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ആ കറക്റ്റ് ഗ്യാരേജിൻ്റെ ആ ഒരു ലൊക്കേഷൻ അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ ആ ഒരു ഊബറുകാരന് പറഞ്ഞു കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ വണ്ടി നിർത്തിയിട്ട് പിന്നെ നമ്മൾ നടന്ന് ആ ഗ്യാരേജിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതേ മയാമീനോട് വിട പറഞ്ഞ് പോവുകയാണ്. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നമുക്ക് ഒരു ദിവസമാണ് ഇവിടെ കറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും നമ്മൾ മാക്സിമം പോകേണ്ട സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി ആകെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നത് കീ വെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കത് പോകാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് വിട പറയുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പോരാത്തതിന് രാത്രി ആയതുകൊണ്ട് തന്നെ ഫുള്ള് നൈറ്റിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ, വൈബാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക. ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് വേറൊരു ഭംഗിയല്ലേ ഇപ്പോൾ കാണുമ്പോഴത്തേനും. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ വളരെ യുണീക്കായിട്ടുള്ള ലക്ഷറി ഹോട്ടലാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗിത്താറിൻ്റെ ഷേപ്പിലാണ് അത് ഇരിക്കുന്നത്. ഇത് നോക്കിക്കണ്ടേ, ആ ദൂരത്ത് കാണാണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഫുള്ള് ഗിത്താറ് പോലെയാണ് ഇരിക്കണത്. രാത്രി ആകുമ്പോഴത്തേന് ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാഴ്ചയൊക്കെ കാണാം കേട്ടോ. പക്ഷേ നമുക്കത് കാണാനും പോകാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ ഈ പോണ വഴിക്ക് നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റിയല്ലേ. ഈ ഒരു പോയിൻ്റ് കണ്ടോ നമുക്ക് കാണാം. ഈ രാത്രി വൈബാണ് രസം. പകൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ക്യാസിനോയൊക്കെ ഉണ്ട്, താമസിക്കാം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് ആ ഹോട്ടൽ. അപ്പോൾ എന്തായാലും നമുക്ക് പോണ വഴിക്ക് അതൊക്കെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഒർലാൻഡോയിൽ എത്തിയിട്ടുണ്ട്. ഒർലാൻഡോയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാനായിട്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഫ്ലോറിഡയിൽ വന്നപ്പോൾ ഒർലാൻഡോയിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ പിന്നെ വേറെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് 2 ദിവസം ഇവിടെ തങ്ങിയിട്ടുണ്ടായിരുന്നു.
എങ്കിലും ഇനിയുണ്ട് കേട്ടോ നമുക്കിവിടെ കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൊന്നും ഞാൻ പറയണില്ല. അത് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ കേട്ടോ, അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. വലിയ ഹോട്ടലാണ് ഇവിടെ. പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടമാതിരി ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ റിസപ്ഷനാണ്, ഹോട്ടൽ, കഫേ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു കഫേനോട് ഫേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ റൂമുകളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് 6ാമത്തെ നിലയിലാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി റൂമിലേക്ക് പോവാം, റൂമിലെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ എടുത്തേക്കണ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ലിവിങ് റൂമാണ്. അപ്പോൾ ഇവിടെ സെറ്റിയൊക്കെ ഇട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്കിത് ബെഡാക്കി മാറ്റാൻ പറ്റണ സെറ്റിയാണിത്. പിന്നെ ഒരു ബെഡ്റൂം ഉണ്ട്, ചെറിയൊരു കിച്ചണിൻ്റെ ഏരിയ, ബാത്റൂം, ഇതൊക്കെയാണ് സൗകര്യങ്ങൾ. പിന്നെ ഒർലാൻഡോയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനിനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. കാരണം വെച്ചാൽ ഇന്ന് തന്നെ നമ്മൾ ഒരുപാട് ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ എത്ര വീഡിയോ ആയിട്ട് ഇട്ടേക്കണത്, 3-4 വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കണത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോകില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒർലാൻഡോ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.